ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ടും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ ഗപ്പി വളർത്താനായിരുന്നാലും അല്ലെങ്കിൽ തന്നെ ഏത് മീൻ വളർത്താനായിരുന്നാലും നമ്മൾ പുതിയൊരു ടാങ്ക് അല്ലെങ്കിൽ ഒരു ബേസിനോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സോ ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഫിഷിനെ അതിനകത്ത് ഇടാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ബേസിനുള്ളതെല്ലാം ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് വാങ്ങിയ ബേസിനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഒരു കളർ കാണുന്നില്ലേ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയ ബേസിന് വാങ്ങുമ്പോൾ ആ ബേസിനുകൾ നിറയുന്ന രീതിയിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. ഇത് ഞാനിപ്പോൾ ഇന്നലെ ആഡ് ചെയ്തതാണ് കേട്ടോ. അതാണ് ഈ ഒരു ഡാർക്ക് കളറിൽ കാണുന്നത്. അപ്പോൾ ഈ ബേസിന് മാത്രമല്ല നമ്മൾ മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഏത് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ ഒരു 4 ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ടാങ്കിനകത്ത് ഓൾറെഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ കലക്കിയിട്ടുണ്ട്. മറ്റേ ടാങ്കിൽ കണ്ടില്ല, നമ്മൾ ആ ഒരു പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ചൊക്കെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം പിടിച്ചു വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ പൊട്ടാസ്യം കലക്കി ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയാസ് അണുബാധയൊക്കെ മാറി നമ്മളെ ഗപ്പികൾക്ക് വേറെ കുഴപ്പമൊന്നും വരാതിരിക്കാനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ടാങ്കിലും ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ എല്ലാത്തിലും കലക്കിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു ദിവസം എന്നുള്ളത് 2-3 ദിവസമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ബേസിനിലാണെങ്കിൽ നമ്മൾ ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തൊട്ടടുത്ത ദിവസം മാറ്റിയിട്ട് നമ്മൾ നല്ലവണ്ണം വീണ്ടും ആഡ് ചെയ്ത് 2-3 ദിവസത്തിന് മുകളിൽ വെച്ചേക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ മണം പോകുന്നവരെ നമ്മൾ ആ ടാങ്കിൽ വെള്ളം പിടിച്ച് വെച്ചേക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ തൊട്ടടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട്, അതായത് നല്ല രീതിയിൽ ആ പൊട്ടാസ്യത്തിൻ്റെ ആ കറയൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അത് ബേസിനായാലും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതായത് 3-ാമത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മൾ എല്ലാ ടാങ്കും ക്ലീൻ ചെയ്ത് അതിനകത്ത് വെള്ളമെല്ലാം ലോഡ് ചെയ്ത് ഇതിനകത്ത് ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉണങ്ങിയ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളേ ഉള്ളൂ. അതായത് വെള്ളത്തിൻ്റെ pH ഒക്കെ ഒന്ന് സെറ്റായി കിട്ടും. അതുപോലെ തന്നെ ഗപ്പികൾക്ക് വലിയ രീതിയിൽ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം വലിയ രീതിയിൽ ഗപ്പികൾക്ക് അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ഇതിനകത്ത് ബദാമിൻ്റെ ലീഫ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഉണങ്ങിയ വാഴയില ഇടാവുന്നതാണ്. ഉണങ്ങിയ വാഴയിലിടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇൻഫോസിയുടെ കൾച്ചറും കൂടെ ഒന്ന് സെറ്റാകും. നമ്മൾ ഗപ്പികളുള്ള ഫുഡും കൂടി ആയിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഒരു ടാങ്കിനകത്ത് ഇന്ന് ഞാൻ മീൻ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിലാണത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഈ ഒരു ടാങ്കിനകത്ത് ഞാൻ മീൻ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫോക്സ് ടെയിൽ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ്. മാക്സിമം നമുക്ക് പ്ലാന്റ്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ അവർക്ക് ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടാങ്കുകൾ നമ്മൾ നല്ല രീതിയിലൊക്കെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മീനുകൾ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇറക്കിടാൻ പോകുന്ന ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇതാണ്. അപ്പം ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് ഡംബോയറിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇപ്പോൾ ഏകദേശം ഒരു മാസം പ്രായമായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇവരെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കിടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ടാങ്ക് സെറ്റ് ആക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് ടാങ്കുകൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ ഉള്ള ടാങ്കുകളാണ്, കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് കുറേ ടാങ്കുകൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കുകളിലെല്ലാം നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സോർട്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ കുക്കിൻ്റെ ആ ഒരു ശല്യമുള്ളതാണ് കേട്ടോ. നമ്മൾ മുകളിൽ ഗ്രീൻ നെറ്റും അതുപോലെ തന്നെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് മറച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ മഴയും കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ടാങ്കുകളെല്ലാം മാക്സിമം ടാങ്കുകൾ സെറ്റ് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ആ ക്ലീനിങ് പർപ്പസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒരു 2 ദിവസമെങ്കിലും പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മീനുകൾ ഇറക്കി വിടുന്നതാണ് നല്ലത്. കാരണം 2 ദിവസമൊക്കെ നമ്മളൊന്ന് പിടിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം ഒന്ന് കണ്ടീഷനായി കിട്ടും. അതിനകത്ത് നമ്മൾ ബദാമിൻ്റെ ലീഫും അതുപോലെ തന്നെ അല്ലെങ്കിൽ വാഴയുടെ ലീഫൊക്കെ ഇട്ടേക്കുന്നുണ്ട്. 2 ദിവസം പിടിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ പറയുന്നത് മെയിനായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഗപ്പികളെ വില കൊടുത്ത് വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗപ്പികൾക്ക് വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് അതൊക്കെ ഇറക്കി കൊടുത്താലോ. ഇത് ഏകദേശം നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വിടുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ മാറ്റി വിടുന്നുള്ളൂ. അതുവരെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് തന്നെ കേട്ടോ മൊത്തം കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണാം. അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾ ഇറക്കി വിടേണ്ട സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ പതുക്കെ ഈ ടാങ്കിലോട്ടൊന്ന് ഇറക്കി വിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയ ടാങ്കൊക്കെ വാങ്ങി നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ സേഫാക്കി ഇറക്കി വിടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ബേസിനിൽ ഇതുവരെ ഞാൻ ഇപ്പോഴും മീനുകൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ക്ലീനിങ് കഴിഞ്ഞില്ല കേട്ടോ. നമ്മളിപ്പം ഇരുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയ വെള്ളം കളഞ്ഞ് വീണ്ടും നമ്മൾ രണ്ടാമത് വെള്ളം ലോഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പം ഒരു 2-4 ദിവസം കഴിഞ്ഞിട്ട് ഞാനകത്ത് മീൻ ഇറക്കി വിടുന്നുള്ളൂ. റിസ്ക് എടുക്കാൻ പഠിച്ചാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു മണമൊക്കെ പോയി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഗപ്പികളെ ഇറക്കി വിടാറുള്ളൂ. അപ്പോൾ ആ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ബേസിനിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗപ്പി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ 1-2 ബ്രൂട്ട് സ്റ്റോക്കിനൊക്കെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ഗപ്പികൾ ഇറക്കി വിടുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചില ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് നല്ല ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിവിടെ വളരെ കുറച്ച് സോപ്പ് പൊടി ഉപയോഗിക്കാറുണ്ട്. സോപ്പ് പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് ബോക്സ് വാങ്ങി അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകണം. അതിനുശേഷമാണ് നമ്മൾ MC ഒട്ടിക്കേണ്ടത്. MC ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ലോഡ് ചെയ്ത് അതിനകത്ത് പൊട്ടാസ്യം നന്നായിട്ട് കലക്കി അതിനകത്ത്
അതിനകത്ത് വീണ്ടും ഒരു ദിവസം നമ്മൾ പിടിച്ച് വയ്ക്കും. അത് വീണ്ടും നമ്മൾ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ദിവസം നന്നായിട്ട് വാഷ് ചെയ്യണം. ആ സോപ്പിൻ്റെ അംശം എല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒരു തവണയും കൂടെ നമ്മൾ വെള്ളം ലോഡ് ചെയ്ത് അത് ഒരു ദിവസം കൂടെ നമ്മൾ വെച്ചിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം വീണ്ടും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വീണ്ടും നമ്മളെ ഗപ്പികളിടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ വെള്ളം ലോഡ് ചെയ്ത് അത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒന്ന് കണ്ടീഷൻ ആയതിനു ശേഷമാണ് നമ്മൾ മീനുകളെ ഇറക്കി വിടാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൽ മാക്സിമം ഈ സോപ്പ് പൊടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ഓയിൽ കണ്ടൻറ്റുള്ള ടാങ്ക് ആണെങ്കിൽ മാത്രം നമ്മൾ ഈ സോപ്പ് പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 ദിവസം കഴിഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ആ ഒരു ബേസിനാണിത്. അപ്പോൾ നമ്മളൊരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഗപ്പികൾ ഇറക്കി വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മണമൊക്കെ പോയി നമ്മൾ ബേസിന് നല്ല രീതിയിൽ നമ്മൾ കഴുകി എടുത്തിട്ട് നമ്മളതിനകത്ത് കണ്ടില്ല ചെറിയ രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. വാൾസിനേറിയ എന്നുള്ളൊരു പ്ലാന്റ്സും അതുപോലെ തന്നെ ഗപ്പി ഗ്രാസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഗപ്പികൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഗപ്പി എന്ന് വെച്ചാൽ നമ്മുടെ മോസ്കോ ബ്ലൂ ആണ്. ഇത് ഞാനിവിടെ പുതിയതായിട്ട് സെറ്റാക്കിയ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിൽ നിന്ന് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂവിൻ്റെ മെയിൽസ് കിടക്കുന്ന ടാങ്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തൊരു നമ്മളൊരു കിട്ടില്ല പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.